ബാക്ക് ടു മൈ ചാനൽ നന്തോസ് മീഡിയ. സന്തോഷമുള്ള വാർത്തയാണ്, എനിക്ക് സങ്കടമൊന്നുമില്ല. നമ്മൾ ഡോലുബുലു ശരിയല്ലേ, നമ്മൾ പേര് മാറ്റിക്കൂടെ? ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല ആ പേര്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, വാങ്ങുന്ന വീഡിയോയിൽ രണ്ട് നല്ല സുന്ദര കട്ടപ്പനായിട്ട് നമ്മളിതിന് വെജിറ്റബിൾസ് കൊടുക്കുകയില്ല. ഇന്ന് എന്തായാലും നമുക്ക് ആദ്യം പോയിട്ട് അവർക്ക് കുറച്ച് ഫുഡ് വാങ്ങി വരാം. അതുപോലെ നമ്മളൊരു കുതിരേനെയും കൂടി വാങ്ങാൻ പോവുകയാണേ. യെസ്, കുതിരേനെ നമ്മൾ കുറേ കാലം വെക്കാൻ ചാൻസ് കുറവാണ്. ഒരു കുതിര സവാരിയൊക്കെ നടത്താം. ബീച്ചിൽ നിന്നൊക്കെ നമുക്ക് ബീച്ച് വരെയൊക്കെ ഒന്ന് പോയി ബീച്ചിൽ നിന്നൊക്കെ ഒന്ന് കറങ്ങി വെക്കാം. ഏകദേശം ബീച്ചിൻ്റെ സൈഡിലായിട്ടാണ് വരുന്നത്. എന്തായാലും നമുക്ക് അവിടേക്ക് ചെല്ലാം. നമ്മളൊക്കെ എങ്ങനെ പോകണം? എന്തിനാ നമ്മൾ വെറുതെ ബ്ലോക്കിലൊക്കെ നിന്ന് കഷ്ടപ്പെടാൻ നിൽക്കണേ? അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല, അതൊക്കെ നമ്മൾ തെറ്റാണ്. അങ്ങനെയൊക്കെ വേണം വണ്ടി ഓട്ടെ. അല്ല ആരെ കയ്യോ എടാ, എനിക്ക് 2 വീലിൽ കാറോട്ട് അറിയാം. കാർക്കെങ്കിൽ അറിയാലേ ഓർത്താൻ കേട്ടോ. നിങ്ങൾ ഇന്ന് കയറി വിളിക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. പോലീസ് സ്റ്റേഷനൊന്നും ഇപ്പോൾ ആൾക്കാരില്ല, ഒരു ആവശ്യമില്ലാത്ത 2 പോലീസ് സ്റ്റേഷൻ കൊണ്ടുവച്ചു. ആളാകെ ഒരു സെക്യൂരിറ്റി പോലീസുകാരുണ്ടെന്നുള്ളു. ഇതൊന്നും ചെയ്യാൻ ഇതായാലും നമുക്ക് അവിടെ ചെല്ലട്ടെ. ബീച്ചിൽ എന്തായാലും എത്താനായിട്ടുണ്ട്. എന്തായാലും നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ, അപ്പം എന്തായാലും ഇവിടെ എന്തായാലും വന്നിട്ടുണ്ട്. ഇതാണ് നമ്മളാള്. ചേച്ചി. ആരടാ ചേച്ചി? അല്ല മാഡം. അങ്ങനെ പറയും. ഈ കുതിരക്കൊക്കെ എന്ത് റേറ്റ് വേണം? ഒരെണ്ണത്തിന് 2 ലക്ഷം. 2 ലക്ഷമോ? അതിനൊക്കെ ഉള്ളതുണ്ടോ മാഡം? അതിനൊക്കെ ഉണ്ട്, ഒരു കുതിരയല്ലേ. വേണമെങ്കിൽ ഒരു സവാരിയൊക്കെ നടത്താം. ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ഒന്ന് അടിച്ച് നോക്കട്ടെ. ശരിയെങ്കിൽ വേഗം വരണേ. ഇതെന്താ ചുറ്റി കളിക്കല്ലേ? എന്തോന്ന് ചേച്ചി നിന്റെ അയ്യോ, നമ്മളെ അറിയാതെ ഇറങ്ങിപ്പോയി. ഇതെന്തായാലും നല്ല സ്പീഡിലെ ഒത്തിരി തന്നെയാണല്ലോ. തന്നെ എടുക്കാം. ചാടുന്ന കണ്ട്. നമുക്ക് തന്നെ എടുക്കാം. ചേച്ചി, ഞാൻ തന്നെ എടുക്കാം കേട്ടോ. എന്നെ ചേച്ചി വിളിക്കരുത് ഞാൻ പറഞ്ഞു. ഓ മാഡം, അങ്ങനെ പറയും. എന്തായാലും ഞാൻ ഗൂഗിൾ പേ ചെയ്യാമേ. ശരി. ഞാൻ ഗൂഗിൾ പേ ചെയ്തിട്ടുണ്ട്. 2 ലക്ഷം അല്ലേ? 1.5 ലക്ഷം അയച്ചിട്ടുള്ളൂ കേട്ടോ. ഞാൻ പോവാ 2 ലക്ഷം അയച്ചിട്ടുള്ളൂ. എൻ്റെ പൈസ താടാ. ഞാൻ പോവാ എനിക്ക് എൻ്റെ പൈസ കിട്ടണം. അപ്പം ഇങ്ങോട്ട് വരും, വേഗം പോട്ടെ. നമ്മളെ വണ്ടി നമുക്ക് പിന്നെ വന്നെടുക്കാം. വേറെ എന്തായാലും വൈകുന്നേരം വരെ ഉണ്ടാവുള്ളൂ. നമുക്ക് രാത്രി തന്നെ വന്നെടുക്കാം. ഓക്കെ, പെട്ടെന്ന് പോവാം നമുക്ക്, അല്ലെങ്കിൽ അത് പ്രശ്നമാവും. എന്തായാലും നല്ല സ്പീഡ്, നല്ല കുതിര. വാട്ട് എ വണ്ടർഫുൾ. നല്ല ചാടനയ്ക്ക് നല്ല ഇഷ്ടമായി. കണ്ടോ ഇതൊക്കെ ക്ഷീണിച്ചു തോന്നുന്നു. ഇതെന്താ പതുക്കെ നടക്കണ്? ഇതെന്താ പതുക്കെ പെട്ടെന്ന് പോ. എന്താ പതുക്കെ ക്ഷീണിച്ച് തോന്നണ്? അപ്പം പോണ്ട്. പാവം കുത്തിയെന്ന് വിചാരിക്കാം കേട്ടോ. നമ്മൾ വീട്ടിലെത്തിയിട്ട് ഒരുപാട് ഫുഡൊക്കെ കൊടുക്കാം. അല്ല, നമ്മൾ ഡോഗിന് ഫുഡ് വാങ്ങാറില്ലേ? നമ്മൾ ശരിയുണ്ട്, അത് വാങ്ങില്ല. പിന്നെ ഇവിടെ എന്തായാലുണ്ട്. നമുക്ക് രാത്രിയായിട്ട് പോയിട്ടേ
വണ്ടി എടുക്കാം. നമുക്കൊരു കാറിന് കൂടെ ഇടയിലോ? കാറൊന്നും കാണാനില്ല. നമുക്ക് നമ്മളെ കാറിൻ്റെ കൂടെ തന്നെയാണ്. അയ്യോ അയ്യോ, ഇതെന്താ പറക്കും കുതിരേ? ഇതെന്താ മാജിക്കാണോ? അല്ല, നമ്മൾ ഡോലി പോലും ഇവിടെ. അവന്മാരപ്പം ഈ കളിക്കാൻ പോയിട്ടുണ്ട് മണ്ടന്മാര്. ഇപ്പോൾ ഒരു സ്ഥലത്ത് നിൽക്കൂല വേറെ. പക്ഷെ ഇതുവരെ വാങ്ങണ്ടില്ലായിരുന്നു. ഏത് നേരം ഓടിക്കളിയാ. എന്തായാലും പോയാൽ തിരിച്ചു വരും. ലെവലിലും പോയിണ്ടാവും. ഇനി നമുക്ക് എന്താ വേണ്ടി? രാത്രി ആവണം, എന്നിട്ട് നമുക്ക് വണ്ടി എടുക്കണ്ടേ. അപ്പോൾ എന്തായാലും ഇനി രാത്രി ആയിട്ട് കാണാം. അപ്പോൾ എന്തായാലും രാത്രി ആയിട്ടുണ്ട്. നമ്മളെ മാസ്കൊക്കെ ഇട്ടിട്ടുണ്ട്. മാസ്കൊക്കെ ഇട്ട് നടക്കുകയാണ്. എന്തായാലും പതുക്കെ പോയി വരാം. നമ്മളെ ഈ കാർ എടുക്കണ്ട. ഈ കാർ എടുത്താൽ പ്രശ്നമാവും. ഈ കാർ എടുത്താലേ നമുക്ക് അത് പോയി വേറെ എങ്ങനെയും കൊണ്ടുവരേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് ഇവിടെ കാണുന്ന വേറെ വണ്ടി നമുക്ക് എടുത്തിട്ട് പോവാം. ഈ രാത്രിയിലിവിടെ അധികം വണ്ടികളൊന്നും കുറവുണ്ടാവില്ല. ഇതൊരു വണ്ടി ഡിഫൻഡർ എടുക്കാം നമുക്ക്. പെട്ടെന്ന് പോവാം. നമ്മളെന്തായാലും ബ്ലാക്ക് ഡ്രസ്സ് ഇട്ടതെന്ന് വെച്ചാൽ ഇരുട്ടത്തൊന്നും പെട്ടെന്ന് നമ്മളെ കാണാൻ പറ്റില്ലല്ലോ. ലൈറ്റ് ഇല്ലാത്ത സ്ഥലമൊക്കെയാണ്. ഈ ബീച്ചിൻ്റെ സൈഡിൽ വലിയ ലൈറ്റൊന്നും ഇല്ല എന്നാണ് എൻ്റെ ഒരു ഊഹം. ഉണ്ടായിരിക്കില്ല. എന്തായാലും നമ്മളെ വണ്ടി അത്ര വിലപ്പെട്ടതായതുകൊണ്ടാണ്. കാരണം അതൊരു മോഡിഫൈഡ് കാറാണ്. അതുകൊണ്ടാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ നമ്മൾ വല്ല പൈസക്കാരനല്ലേ. ഒരുപാട് വർക്ക് അതിൽ ചെയ്തുകൊണ്ടാണ് നമുക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് വണ്ടി ഒന്നും ആവശ്യമില്ല. നമ്മൾ പൈസക്കാരനല്ലേ. എന്തായാലും ഇനി ബീച്ച് പോവാം. പെട്ടെന്ന് കൊണ്ടിരുത്താൻ. ഇപ്പം എന്തായാലും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അവിടെ പോയിട്ടുണ്ടാവും. രാത്രി ഒന്നും അങ്ങനെ ഉണ്ടാവില്ല. അയ്യോ അയ്യോ, കുത്തണുണ്ട്. നമ്മളെ വണ്ടി അല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഇല്ല, ഈ ഭാഗത്തൊന്നും വലിയ ലൈറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ, വലിയ കുഴപ്പമില്ല. ആരൊന്നും അങ്ങനെ കാണില്ല. അതുപോലെ കണ്ടോ, വണ്ടിക്കൊന്നും വലിയ ലൈറ്റൊന്നുമില്ല. ആരും ലൈറ്റ് ഓഫ് ആക്കി പോവാം. എന്തായാലും നമ്മളെ വണ്ടിയൊക്കെ അവിടെ തന്നെ ഉണ്ട്. എല്ലാവരും പോയിട്ടുമുണ്ട്. കണ്ടോ, അവരുള്ള അവിടെ. നമ്മൾ നേരത്തെ കണ്ട ആ വണ്ടി ഉണ്ട്. എന്തായാലും അതില്ലാത്ത എന്തായാലും നന്നായി. കഴിഞ്ഞെങ്കിൽ നമുക്ക് വണ്ടി എടുക്കാൻ പറ്റില്ല. എന്നാലും അതെന്താ വണ്ടി എടുത്തൊന്ന് കൊണ്ടുപോകാൻ ഞാൻ പോലെ. ഓക്കെ, അത് പറഞ്ഞ ആ പെണ്ണാണ് കേട്ടോ. ഞാൻ വണ്ടി കയറിയപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചു. ഒന്നും ചെയ്തില്ല എന്നല്ല കേട്ടോ. ഇതൊക്കെ ഫ്രണ്ടിലെ ഗ്ലാസ്സൊക്കെ തല്ലി പൊട്ടിച്ചിനി. വിഷമിക്കുന്നുണ്ട് കേട്ടോ. അല്ലാത്ത സാധനം തന്നെ. പക്ഷേ എന്തായാലും സാരമില്ലാന്ന് വിചാരിക്കുക. എന്തോ എന്നാലും നമുക്ക് പെട്ടെന്ന് പോവാം. ഗ്ലാസ്സിൽ പോയുള്ളൂ. നമുക്ക് വേണമെങ്കിൽ പിന്നെ ശരിയാക്കാം. വീട്ടിലേക്ക് കൊണ്ടുവരും. എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി നെക്കി പൊട്ടിക്കുക. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.